ഹലോ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ഭാഗമാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിലെ ഒരു പുതിയ ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പ ശൈലിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്താ പറയാ, ഇന്ത്യയിലേക്ക് നിരവധി പല തരത്തിലുള്ള ആളുകളുടെ മൈഗ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പഠിച്ചതാണ് ഹിസ്റ്ററിയിൽ. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡീവൽ പീരീഡിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താനൽ പീരീഡിലെ രാജാക്കന്മാരെന്ന് പറയുന്നത്. അത്തരത്തില് സുൽത്താനൽ ഡൈനാസ്റ്റി നിലനിന്നിരുന്ന കാലഘട്ടത്തില് അവര് ധാരാളം എന്താ പറയാ കൾച്ചറൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കൾച്ചറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പ ശൈലിയെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇൻഡോ ഇസ്ലാമിക് ശൈലിയെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എന്ന് കാണപ്പെടും, നമുക്ക് ഒരു ഉദാഹരണം ഏറ്റവും നമുക്ക് ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിൽ പള്ളികൾ, ഇസ്ലാം പള്ളികളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതി ഒരു പ്രത്യേക രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ എന്താ പറയാ സുൽത്താനേറ്റ് പീരീഡിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാസ്തുശില്പ ശൈലിയാണ്. അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും പേർഷ്യ, തുർക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. പേർഷ്യ, തുർക്കി എന്നുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ തദ്ദേശീയരായിട്ടുള്ള ശില്പികള്, തൊഴിലാളികള്, കൽപ്പണിക്കാര് തുടങ്ങിയവരൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. ഇരു കൂട്ടരുടെയും എന്താ പറയാ സംഭാവന കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു ശൈലി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് ശില്പശൈലി എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കി, പേർഷ്യ തുടങ്ങിയവ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വാസ്തുവിദ്യാ രംഗത്തെ വിദഗ്ധരായ ആളുകളും അതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ശില്പികള്, തൊഴിലാളികള്, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചിട്ടാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പ ശൈലി രൂപപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ശൈലിയുടെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണ് പരിചയപ്പെടാം. അതിൽ എന്ന് പറയുന്നത് കമാനങ്ങളും താഴികക്കുടങ്ങളുമാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് വലിയ രീതിയിലുള്ള താഴികക്കുടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു താഴികക്കുടങ്ങൾ, അതുപോലെ തന്നെ മിനാരങ്ങൾ, ഈ ശൈലിയൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് തന്നെയാണ്, അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ശൈലികളിൽ അല്ലെങ്കിൽ ഹിന്ദു വാസ്തുശില്പ ശൈലി നമുക്ക് പ്രധാനമായിട്ട് പറയുന്ന ഇത്തരത്തിലുള്ള എന്താ പറയാ കെട്ടിടങ്ങൾ നമ്മൾ കഴിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെ എന്തുണ്ടായിരിക്കും, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പൂന്തോട്ടങ്ങൾക്കൊക്കെ നടുവിലായിട്ടായിരിക്കും ഇതിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അത്തരത്തിൽ പണി കഴിപ്പിച്ചുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത്. അതായത് ഹുമയൂണിന്റെ ശവകുടീരം. അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയാണ് അത് കാണാനും. അപ്പൊ അത് നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഉദാഹരണമായിട്ട് പറയാം. പിന്നെ നമ്മൾ പറയുന്നത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. എന്താണ് താജ്മഹൽ അല്ലെ? താജ്മഹൽ അതിന് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. താജ്മഹൽ നമുക്കറിയാം ആരാ പണിയെടുപ്പിച്ചിട്ടുള്ളത്? അത് നമ്മുടെ ഷാജഹാൻ ആണ് അല്ലെ? നമ്മുടെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊന്നാണ് കുത്തബ് മിനാർ. നമ്മുടെ അടിമ വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് ആണ് അതിന്റെ പണി തുടങ്ങി വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള ഇൽത്തുമിഷാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഡൽഹിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത്തരത്തിൽ ഇപ്പോഴും നമ്മൾ എന്താ പറയാ കാണാൻ പറ്റുന്ന മറ്റൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ വളരെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്, റെഡ് ഫോർട്ട്. അത് നമ്മുടെ ഇപ്പോഴും എന്താണ് റിപ്പബ്ലിക് ഡേക്ക് ഒക്കെ നമ്മൾ ഇപ്പോഴും അവിടെ എന്ത് ചെയ്യാറുണ്ട്, കൊടി ഉയർത്താറുണ്ട്. എന്താ പറയാ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അത്തരത്തില് റെഡ് ഫോർട്ടും എവിടെയുണ്ട് അല്ലെ, എന്തിന്റെ ഉദാഹരണമാണ്? നമ്മുടെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്ര എത്ര എന്താ പറയാ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഉദാഹരണങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ നോക്കിയിട്ടുള്ളത്? ഫസ്റ്റ് എന്ന് പറയുന്നത് താജ്മഹലാണ് അല്ലെ? താജ്മഹൽ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കുത്തബ് മിനാർ, പിന്നെ അതുപോലെ തന്നെ ഹുമയൂണിന്റെ ശവകുടീരം, ഇതൊക്കെ. പിന്നെ റെഡ് ഫോർട്ട്, പിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് വൺ നമ്മുടെ ചാർമിനാർ, നമ്മുടെ എന്താണ് പറയാ
ചാർമിനാർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന ചാർമിനാറും ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ മറ്റൊരു സവിശേഷതയാണ്. അപ്പം 5 പ്രധാനപ്പെട്ട ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിതമായിട്ടുള്ള കെട്ടിടങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതികളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡോ ഇസ്ലാമിക് ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.